34 വയസ്സുള്ള പെണ്ണിനെ 34 വയസ്സുള്ള പെണ്ണിനെ ഇതര മതത്തിൽപ്പെട്ട വർഗീയ പാർട്ടിയുടെ സംഘാടകരോടൊപ്പം റൂമിന്റെ കത്തുനിന്ന് പിടിച്ചകത്ത കണ്ണൂർ ജില്ലയിലെ മുസ്ലിം പെണ്ണ്. ഭർത്താവിന്റെ വില നിനക്കറിയില്ല, ഭർത്താവിന്റെ മഹത്വം നിനക്കറിയില്ല, ഭർത്താവിന്റെ ഗുണം നിനക്കറിയില്ല. എന്റെ ഭർത്താവിനെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയാൽ ഞാനും കൂടെ വരികയാണ്, ഖബറിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെച്ചാൽ ഞാനും കൂടെ കിടക്കുകയാണ്. എന്റെ പ്രിയതമനില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട, എന്റെ പ്രിയപ്പെട്ടവനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ച പ്രിയപ്പെട്ട ഉമ്മാടെ കയ്യിൽ നിന്ന് ഉപ്പാന്റെ മയ്യത്ത് പിന്നെ എങ്ങനെയാ കൊണ്ടുപോയതെന്നറിയോ? ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ വെച്ച് മരിക്കുകയാണ്. ഉമ്മച്ചാനെ ഇഞ്ചക്ഷൻ വെച്ച് മരിക്കുകയാണ്. അല്ലാഹുവേ, ഇങ്ങനെ ഒരു സ്നേഹം നമ്മുടെ കുടുംബത്തിൽ പടച്ചവര് പിന്നെയാണോ ഖബറിന്റെ കത്തളത്തിലേക്ക് വരിക? വിദേശ രാജ്യത്ത് കടല് കടന്നുപോയി പ്രിയതമയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി എത്ര വഖത്ത് നിസ്കാരം കളാക്കി പോയ എന്റെ പ്രവാസികളായ ചെറുപ്പക്കാരാ, എത്ര നിസ്കാരം മുടക്കി പൊന്നുമോനെ, എത്ര ആരാധന പാഴാക്കി പൊന്നുമോനെ, എത്ര ഇബാദത്ത് വെറുമ്പാക്കിക്കൊണ്ട് നശിപ്പിച്ചു കളന്ന ചെറുപ്പക്കാരാ, ഖബറിന്റെ കത്തളത്തിലേക്ക് ആരാ കടന്നു വരുന്നത്? ആരാ കടന്നു വരുന്നത്? പ്രിയപ്പെട്ട ഉമ്മാക്ക് ബോധം വന്നപ്പോൾ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി അടക്കിയിരിക്കുകയാണ്. അങ്ങനെയല്ലാതെ അടക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം സ്നേഹബന്ധമായിരുന്നു. ഒറ്റയ്ക്ക് ഖബറിന്റെ അകത്ത് കിടക്കാൻ എന്റെ പ്രിയപ്പെട്ട നിലാവുറ്റത്തുകാരെ ഒരുങ്ങിക്കൊള്ളുക. തോളത്ത് കൈയിട്ടുകൊണ്ട് കണ്ണുപിടിക്കാൻ കൂടെ നിന്നവരില്ല, പെണ്ണുപിടിക്കാൻ കൂടെ നിന്നവരില്ല. എന്റെ കണ്ണൂർ ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങൾക്ക് ആഡംബരവും ആഹ്ലാദവും ആനന്ദവും ഇച്ചിരി കൂടുതലാ, നിങ്ങൾക്കത് സ്വല്പം കൂടുതലാണ്. അത് കണ്ണൂർ ജില്ലക്കാരെ മൊത്തം ആക്ഷേപിച്ച് പറഞ്ഞതല്ല. പിന്നെ ഇപ്പൊ ഇച്ചിരി കൂടുതലാണെന്ന് പറയാൻ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് എന്താ? മാഹിത്തെ പെൺപിള്ളരെ കണ്ടിക്ക, ചൊക്ലിത്തെ പെൺപിള്ളരെ കണ്ടിക്ക, കണ്ടിട്ടില്ലേ വാ തലശ്ശേരിക്ക് വാ കാണിച്ചു തരാന്ന് പറയണം. ഹോൾസെയിലായിട്ട് കാണിച്ചു കൊടുക്കാന്ന് പറയണം. ഫ്രീ ഹോൾസെയിലായിട്ട് ഫുള്ള് കാണിച്ചു കൊടുക്കാൻ വാന്ന് യൂട്യൂബിലൂടെ നെറ്റിലൂടെ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയാൻ ഒരു പെണ്ണും ലോകം മുഴുവനും ആ പെണ്ണിന്റെ ഔറത്ത് കണ്ടതിന്റെ അതാബ് ആ പാട്ട് പാടിയ പെണ്ണിന് കിട്ടും. ലൈക്ക് ചെയ്ത് കൊടുത്ത് കമന്റ് അയച്ചു കൊടുക്കുക. അളിയാ മറ്റേ നീയും അനുഭവിക്കും. തമാശയല്ല, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇതാണല്ലോ. എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ, ഉസ്താദെ മൊബൈലിൽ ഇപ്പൊ ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ചൊരു പാട്ടുണ്ട്. എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കാണട്ടെ. അവൻ കൊണ്ടുവന്നു. നല്ല പാട്ടാണ്. ഫാത്തിമ അലിവത്ത് ഫാത്തിമ അല്ലാന്റെ ദൂതരേ പൂമോള് ഫാത്തിമ. അവൻ പറയുന്നു നല്ല ഫാത്തിമ റളിയല്ലാഹുവിന്റെ സൗന്ദര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ഞാൻ പറഞ്ഞു നീ പാട്ട് കേൾക്കുന്ന ചെയ്താൽ അതേ പാടുന്നവളെ നോക്കണമെന്നില്ല. അവൻ അങ്ങനെ കണ്ണു തള്ളി ഇരിക്കാൻ. ഈ പാട്ട് പാടുന്ന പെൺകുട്ടിക്ക് വേണ്ടി മാത്രം അത് മൊബൈലിൽ കയറ്റി അത് കൊണ്ടു നടന്ന് അതൊരു ആണാണ് പാടിയിരുന്നെങ്കിൽ ആ പാട്ട് ഇത്ര ഫേമസ് ആവില്ല അല്ലേ? ആ പെണ്ണ് കുറച്ച് ചുണ്ട് കാണിച്ച് കണ്ണ് കാണിച്ച് പാടിയപ്പോൾ അത് മുസ്ലിം ചെറുപ്പക്കാരുടെ തരംഗമായി മാറിയെങ്കിൽ ലോകത്ത് എങ്ങനെ നിങ്ങളെ നശിപ്പിക്കാം ആ ഒരു ബ്രെയിനിലൂടെ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടുപോകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളാരും ഈ അഴുക്ക് ചാലിലെ പുഴുക്കളായി അതപ്പതിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടാകാൻ പാടില്ല. ഒരാളുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിന്റെ അകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവിടെ 9 മണിക്ക് തുടങ്ങിയ നമ്മുടെ പരിപാടി 11:30 മണിയോടുകൂടി പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും നാം ഇവിടെ നിന്ന് ദുആ ഉൾപ്പെടെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അല്ലാഹുവേ ഈ 2 മണിക്കൂർ ഇല്ലെങ്കിൽ 2.5 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന എന്റെ ഖബറിലേക്ക് ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ നിയ്യത്ത് വെക്കണം. ഈ സഹോദരിമാർ, ഈ സഹോദരങ്ങൾ, ഈ റോഡിന്റെ ഇരുഭാഗത്തൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നവരൊക്കെ നിയ്യത്ത് വെക്കണം. അല്ലാഹുവേ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിലേക്ക് എന്റെ ഇവിടെ ചെലവഴിക്കുന്ന നിലാമുറ്റത്തെ മശായിഖന്മാരുടെ ഔലിയാക്കന്മാരുടെ തിരുമുമ്പിലുള്ള സ്വർഗത്തിന്റെ വേദിയുടെ സമയം ഞാൻ ചെലവഴിക്കുന്നു എന്ന് നിങ്ങൾ നിയ്യത്ത് വെച്ച് എല്ലാവരും നിയ്യത്ത് വെക്ക്, മനസ്സുകൊണ്ട് നിയ്യത്ത് വെക്ക്. അല്ലാഹുവേ, ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഖബറിൽ